ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു കിഴങ്ങ് എടുത്തതിന് ശേഷം കിഴങ്ങിൻ്റെ തൊലി നല്ലപോലെ കളഞ്ഞതിന് ശേഷം നമ്മളത് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ ഐസിട്ട വെള്ളത്തിൽ നമ്മൾ ഈ കിഴങ്ങിന് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കുക. ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കിഴങ്ങൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി ഈ ഒരു സ്റ്റെപ്പ് സഹായിക്കുന്നതാണ്. അരമണിക്കൂറിന് ശേഷം അതിൻ്റെ വെള്ളം എല്ലാം നമ്മൾ ഒപ്പി കൊടുക്കുക. കിഴങ്ങ് ഡ്രൈ ആയതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഓരോ ബാച്ചായിട്ട് കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നമ്മൾ ഒറ്റ ബാച്ചിൽ ആഡ് ചെയ്യരുത്. നമ്മളൊരു ഇച്ചിരി വീതം ഓരോ ബാച്ചായിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അത് ഫുള്ള് മെസ്സായിരിക്കും. അപ്പോൾ നമ്മൾ ഇച്ചിരി വീതം ഓരോ ബാച്ചിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നതിന് വരെ ഫസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം നമ്മളതിനെ കോരിയെടുത്ത് മാറ്റി അതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തണുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഒന്നും കൂടെ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. കാരണം ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മുടെ പൊട്ടറ്റോ ഇച്ചിരി കൂടെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്പ് നമ്മളൊന്നുകൂടെ ചെയ്യുന്നത്. രണ്ടാമതൊന്നുകൂടെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതിനും വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു സീസണിങ് പൗഡർ ആഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ മുളക് പൊടി, ഉപ്പും കുറച്ച് ഗാർലിക് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് സീസണിങ് ആയിട്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നല്ല സിമ്പിളായിട്ട് ക്രിസ്പി ഫ്രൈസ് ഇട്ട് നമ്മൾ വേറെ കോൺഫ്ലവറോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ ക്രിസ്പി ആയിട്ട് പുറം നല്ല ക്രിസ്പി ആകും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൈസ് തയ്യാറാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ബൈ.